ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. നമുക്ക് ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ലേബൽ. ലേബലിന് ഫോണ്ട് സൈസ് 16 കൊടുക്കാം. കളറ് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് ഒരു 600 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു ഇൻപുട്ട് കൊടുക്കാം. ടെക്സ്റ്റ് ഇൻപുട്ട്. ഇപ്പോൾ നമുക്കതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇൻപുട്ട് ഫീൽഡിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ഇൻപുട്ട് എന്ന് കൊടുക്കാം. ഇൻപുട്ട് നമുക്ക് ഫ്ലെക്സ് 1 കൊടുക്കാം. ഫ്ലെക്സ് 1. ഓക്കെ, ഇൻപുട്ടിൻ്റെ ഈ ഇൻപുട്ടിൻ്റെ ഒരു ബോർഡർ കാണാൻ വേണ്ടി നമുക്ക് ബോട്ടം കളർ കൊടുക്കാം. ബോട്ടം കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം. അതുപോലെ ബോട്ടം വിഡ്ത്ത് നമുക്കൊരു 1 പിക്സൽ കൊടുക്കാം. ഇൻപുട്ടിനൊരു ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റൈല് ഹൈറ്റ് കൊടുത്തു, ഫോണ്ട് സൈസ് കൊടുത്തു. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുക്കാൻ വേണ്ടി നമുക്ക് 2 സ്റ്റേറ്റ് വേണം. അതായത് ഒന്ന് യൂസർ നെയിമിനും ഒന്ന് പാസ്വേഡിനും. അപ്പം കോൺസ്റ്റ് യൂസർ നെയിം നമുക്ക് യൂസർ നെയിമിന് പകരം ഇമെയിൽ കൊടുക്കാം. ഇമെയിലിന് കൊടുക്കാം. ഇമെയിൽ സെറ്റ് ഇമെയിൽ യൂസ് സ്റ്റേറ്റിൽ ഒരു എംറ്റി സ്ട്രിങ് കൊടുക്കാം. യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇമെയിലിന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റേറ്റ് യൂസ് സ്റ്റേറ്റിൽ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇമെയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും അതിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സെറ്റ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമാണ്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ഇമെയിലിനെ
നമ്മൾ പാസ് ചെയ്യണം, ഈ കമ്പോണൻറ്റിലേക്ക് പാസ് ചെയ്യണം. അതിന് ഓൺ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യാം. ഓൺ ചേഞ്ച് ടെക്സ്റ്റിനകത്തേക്ക് നമ്മൾ സെറ്റ് ഇമെയിൽ പാസ് ചെയ്തു. ആ ഓൺ ചേഞ്ച് ടെക്സ്റ്റ് നമുക്ക് ലേബൽ കഴിഞ്ഞ് കിട്ടും. സെയിം അതേപോലെ തന്നെ കോൺസ്റ്റ് പാസ്വേഡ്, സെറ്റ് പാസ്വേഡ്, അതും ഇനീഷ്യൽ വാല്യൂ empty ആയിരിക്കും. സെയിം നമ്മൾ ഓൺ ചേഞ്ച് ടെക്സ്റ്റിനകത്തേക്ക് സെറ്റ് പാസ്വേഡിനെ കൊടുക്കും. സെറ്റ് പാസ്വേഡിനെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ ആ പ്രോപ്പർ ഓൺ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്നതിൽ നമുക്കൊരു ടെക്സ്റ്റ് കിട്ടും. ആ ടെക്സ്റ്റാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന ടെക്സ്റ്റിനെ നമ്മൾ നമ്മുടെ ഓൺ ചേഞ്ച് ടെക്സ്റ്റിനകത്തേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് ഈ ഇമെയിൽ നമുക്ക് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അതിൽ ജസ്റ്റ് ഇമെയിൽ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇമെയിൽ, അതായത് നമ്മൾ ഈ ഒരു ഇൻപുട്ട് കമ്പോണൻറ്റിനുള്ളിലേക്ക് നമ്മൾ ഓൺ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെറ്റ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് പാസ് ചെയ്തേക്കുന്നത്. ആ ഫങ്ഷൻ നേരെ ഇൻപുട്ട് ഫീൽഡിൽ ഈ ഓൺ ചേഞ്ച് ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ ഓൺ ചേഞ്ച് ടെക്സ്റ്റിൽ കോൾ ആകുകയും അതിൽ നിന്ന് റിട്ടേൺ വന്ന് സ്റ്റോർ ആകും. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. സെറ്റ് ഇമെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വാല്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഇമെയിൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആകുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ മറ്റൊരു പ്രോപ്പാണ് വാല്യൂ. വാല്യൂ എന്ന് പറയുന്നതും നമ്മൾ ഇവിടുന്ന് തന്നെ പാസ് ചെയ്യണം പേരൻറ്റ് കമ്പോണൻറ്റിൽ. അപ്പോൾ വാല്യൂ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് വാല്യൂ ആയിട്ട് പാസ് ചെയ്യുന്നത് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് തന്നെയായിരിക്കും. സെയിം അതേപോലെ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് പാസ്വേഡ്. നമുക്കൊരു പ്ലേസ് ഹോൾഡർ കൂടെ പാസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ പ്ലേസ് ഹോൾഡർ എടുക്കുന്നു. ആ പ്ലേസ് ഹോൾഡറിനെ നമ്മുടെ ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ പ്രോപ്പായിട്ട് പാസ് ചെയ്യും. ഇപ്പോൾ പ്ലേസ് ഹോൾഡർ ഒന്നുമില്ല.
പ്ലേസ് ഹോൾഡറായിട്ട് നമുക്ക് എൻ്റർ യുവർ ഇമെയിൽ എന്ന് കൊടുക്കാം. സെയിം അത് തന്നെ എൻ്റർ യുവർ പാസ്വേഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലേസ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്വേഡിന് ഒരു ഐ ബട്ടൺ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പം ഹിഡൻ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് റിയാക്ട് നേറ്റീവിൽ വെക്റ്റർ ഐക്കൺസ് യൂസ് ചെയ്യാം. vector icons. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വെക്റ്റർ ഐക്കൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ ആഡ് റിയാക്ട് നേറ്റീവ് വെക്റ്റർ ഐക്കൺസ് കൊടുക്കുക. ഈ ഒരു കോഡ് ആൻഡ്രോയിഡിനകത്ത് ആപ്പിനകത്ത് ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ കൊടുക്കണം. ആപ്പിനുള്ളിൽ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ ഇവിടെ കൊടുക്കാം. ആൻഡ്രോയിഡിനകത്ത് സെറ്റിങ്സ് ഡോട്ട് ഗ്രേഡിൽ എന്ന് പറയുന്ന ഫയലിൽ നമുക്ക് ഈ ഒരു കോഡോട് കൊടുക്കാം. സെറ്റിങ്സ് ഡോട്ട് ഗ്രേഡിൽ ഓക്കെ. അതുപോലെ തന്നെ ആൻഡ്രോയിഡിനകത്ത് ആപ്പ് ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആഡ് ചെയ്യാം. ഇംപ്ലിമെൻറ്റേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക്